ഷാനവാസിക്കയുടെ കിഡിലനായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട്. ആ ഫോട്ടോഷൂട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചേക്കാം. അതായത് ഒരു മാസ് ലുക്കിൽ, അതായത് മമ്മൂട്ടിയെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏജ് റിവേഴ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ മാഷാ അല്ലാ, നോ ഈവിൽ ഐസ് ഓൺ ഹിം. എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടൊരു വീഡിയോ ആയിരുന്നു അത് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി ഷാനവാസിക്കുണ്ട്, അതായത് സ്ക്രീൻ പ്രസൻസ് ആയിക്കോട്ടെ, ഒരു നടനുള്ള ക്വാളിറ്റി എല്ലാം ഷാനവാസിക്കുണ്ട്. അഭിനയത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ട, നമ്മുടെ ഇന്ദ്രേട്ടനായാലും രുദ്രനായാലും നല്ല നിറഞ്ഞാടിയിരുന്നു. ഒരു കാലത്ത് നമുക്ക് നിറഞ്ഞാടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നിലവിൽ ഷാനവാസിക്ക ഒരു സിനിമയിലേക്കുള്ള സ്റ്റെപ്പായിട്ടാണ് നിൽക്കുന്നത്. സോ അതിൻ്റെ എല്ലാ ഒരു ബോഡിയിൽ ഷാനവാസിക്കയുടെ അത് കാണുന്നുണ്ട്. ഷാനവാസിക്ക ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഒരു 2 കിലോയെങ്കിലും കുറയ്ക്കാനായിട്ട്. അപ്പോൾ ബിഗ് ബോസിനോട് താങ്ക് യു പറയുന്നു. 16 അല്ലെങ്കിൽ 17 കിലോയോളം ഷാനവാസിക്കയുടെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫിറ്റ്നസ് ഇപ്പോഴും ഷാനവാസിക്ക മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആ ഒരു ഫിറ്റ്നസ്സിൽ ആ ഒരു ഫോട്ടോഷൂട്ട് നല്ല രസമായിരുന്നു ഷാനവാസിക്കയുടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഷാനവാസിക്ക ഒരു ഇനോഗ്രേഷനും കിട്ടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പലർക്കും കിട്ടി, സിജോ പോലെയുള്ളവർക്ക് കിട്ടി, എന്നിട്ടും എന്താ ഷാനവാസിക്ക് കിട്ടാത്തത്, അക്ബറിനും ഷാനവാസിക്കും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ടായിരുന്നു. വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞ് തൃശ്ശൂരിലാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടായിരുന്നു. സോ അങ്ങനെ തൃശ്ശൂരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണുക. ആൻഡ് 11 ജാനുവരി 24 വി ഫെയിം ഐസ്ക്രീം പാർലറിൻ്റെ ഇനോഗ്രേഷൻ റോഡിൽ വെച്ചിട്ട്, ബീച്ച് റോഡ് ആ സൈഡിലാണ്, MCM ടവറിലാണ്. ആൻഡ് ഓൾസോ ചന്ദ്രപ്പേനി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പലരും എന്നോട് ചോദിച്ചിരുന്നാൽ